നമസ്കാര ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റോറിയിൽ എന്താണ് കണ്ടത്? ശ്രീകൃഷ്ണൻ ഗോകുലത്തിലെ ജനിച്ച പ്രതീതിയാണ് അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാകുന്നത്. ആ കുട്ടിയെ കാണാനായിട്ട് എല്ലാ ഗ്രാമവാസികളും വരികയാണ്, പിന്നെ അനുഗ്രഹങ്ങൾ ചൊരിയുകയാണ്. അതുപോലെ തന്നെ കുട്ടിയെ താലോലിക്കാനും ഒരുപാട് പേരെത്തിയ കുട്ടിയുടെ ആ മനോഹരമായിട്ടുള്ള ഭംഗി കണ്ട് എല്ലാവരും വിസ്മയിച്ചു. അതിൻ്റെ കുസൃതിയും അതിൻ്റെ ചിരിയും പുഞ്ചിരിയും എല്ലാം അവരെ ആഹ്ലാദിപ്പിച്ചു, സന്തോഷിപ്പിച്ചു, അല്ലേ? അങ്ങനെ ഗോകുലത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കൃഷ്ണൻ ഇനി 3 പ്രഗത്ഭരായ അസുരന്മാരെ കൊല്ലുന്നുണ്ട്. അപ്പം അതിലൊന്നാണ് പൂതന എന്ന രാക്ഷസി. പൂതന എന്ന അസുര സ്ത്രീയെ ആര് കൊല്ലുന്നുണ്ട്? ചെറിയ കുട്ടിയായ പൈതനായ ഭഗവാൻ കൃഷ്ണൻ, അല്ലേ? അപ്പോൾ ആരാണ് പൂതനയെ പറഞ്ഞയക്കുന്നത്? അമ്മാവനായ കംസനാണ് പറഞ്ഞയക്കുന്നത്. ഗോകുലത്തിലെ കുട്ടികളെയൊക്കെ കൊല്ലാനുള്ള ഏർപ്പാട് ആര് ചെയ്തിട്ടുണ്ട്? അമ്മാവനായ കംസൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൂതനയുടെ അതായത് മാറിടത്തിൽ വിഷപുരുട്ടി ആരയക്കുകയാണ്? കംസൻ പൂതനയെ അയക്കുകയാണ്. പൂതന വളരെ മനോഹരമായി വസ്ത്രധാരണമൊക്കെ ചെയ്ത് സാധാരണ സ്ത്രീ പോലെ തന്നെയാണ് എവിടേക്ക് വരുന്നത്? ഗോകുലത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഈ കുട്ടിയെ ഒന്ന് താരാട്ട് പാടട്ടെ, എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, യശോദയോട് ചോദിച്ചുകൊണ്ട് അനുവാദം വാങ്ങി ആ കുട്ടിയെ പാല് കുടിപ്പിക്കാനുള്ള തിടുക്കത്തിലായിരുന്നു ഈ അസുര സ്ത്രീ. ആരാണ്? പൂതന. അങ്ങനെ എന്തുണ്ടായി? അതായത് പാല് കുടിച്ചുകൊണ്ടിരുന്ന കണ്ണൻ അസുരസ്ത്രീയുടെ അസുരസ്ത്രീയുടെ ജീവരക്തവും കുടിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഭീമാകാരിയായ ഈ രാക്ഷസ സ്ത്രീ യഥാർത്ഥ രൂപം കൈക്കൊള്ളുകയും അങ്ങനെ പർവ്വതം കണക്കെ നിലം പതിക്കുകയും ചെയ്തു. അങ്ങനെ ആ അസുരസ്ത്രീയുടെ പൂതനയുടെ ശവശരീരം എവിടെ മറവ് ചെയ്തു? ഗ്രാമത്തിന് പുറത്ത് ഗ്രാമവാസികൾ മറവ് ചെയ്തു. ഇതുവരെയല്ലേ നമ്മൾ എടുത്തത്. ഇനി അടുത്തത് സ്റ്റോറിയിലേക്ക് പോകും. ഓക്കെ, ഇനി നെക്സ്റ്റ് ശക്താസുര. When the baby was 3 months old, Nanda and Yashoda held the ceremony of taking him outdoors. The whole village gathered to celebrate the event. After some time, Yashoda decided to put him to sleep. She fed him and placed the sleeping baby under a cart standing nearby. There was some shade under the cart. The cart was in fact an asura sent by Kamsa called Shaktasura. The demon who was waiting for this chance starting tumbling on the baby. He wanted to kill the baby that way. But baby Krishna kicked the cart softly with his tiny foot. The huge cart with all its contents and parts crumbled into pieces. Several huge containers with milk, curd and such ingredients necessary for the feast were all turned upside down. അപ്പോൾ എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്? നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതായത് കംസൻ അമ്മാവനായ കംസൻ കണ്ണനെ കൊല്ലാൻ വേണ്ടി പൂതന എന്ന രാക്ഷസിയെ അയച്ചത് കണ്ടു. പൂതന എന്ന രാക്ഷസിയുടെ കഥ ആര് കഴിച്ചു? കുഞ്ഞായിട്ടുള്ള കണ്ണൻ കഴിച്ചത് നമ്മൾ കണ്ടു. ഇനി അടുത്തത് ശക്താസുരൻ എന്നറിയപ്പെടുന്ന ഒരു ഭീമാകാരനായ അസുരനെ അയക്കുകയാണ്. ആരാണ് അയക്കുന്നത്? അമ്മാവനായ കംസൻ, അല്ലേ? അപ്പോൾ ഏതാണ്ട് കണ്ണന് 3 മാസം പ്രായമായപ്പോൾ കണ്ണൻ്റെ വളർത്ത് മാതാപിതാക്കളായ നന്ദനും യശോദയും ആ കുട്ടിയെ എടുത്ത് പുറലോകമൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി പുറത്തേക്കൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ കുട്ടിയെ കണ്ടപ്പോൾ ഗ്രാമവാസികളൊക്കെ അതൊരു ആഘോഷമാക്കി മാറ്റി, അല്ലേ? അപ്പോൾ അവർക്ക് വളരെ സന്തോഷമുള്ളൊരു കാഴ്ചയായിരുന്നു. ഈ കുട്ടിയെ താലോലിക്കാനും അതുപോലെ തന്നെ അതിനെടുത്ത് കൊഞ്ചിക്കാനും ലാളിക്കാനുള്ള അവസരം അവരെ നഷ്ടപ്പെടുത്തിയില്ല. അതൊരു സംഭവമാക്കി, ഒരു ആഘോഷമാക്കി അവരത് ചെയ്തു. ഈ അവസരം അവർ അത് വിനിയോഗിച്ചു.
അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ യശോദ എന്ത് ചെയ്തു, കുട്ടിയെ ഉറക്കാനായിട്ട് മറ്റുള്ളവരിൽ നിന്ന് കുട്ടിയെ എടുക്കുകയും അങ്ങനെ എന്ത് ചെയ്തു, കുട്ടിക്ക് 3 മാസം പ്രായം ആയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അതിനെ പാൽ കൊടുക്കാനും അങ്ങനെ അതിനെ ഉറക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അടുത്തുള്ള ഒരു വണ്ടിയുണ്ട്, ആ വണ്ടിയുടെ തണലിൽ അതിനെ ഉറക്കി കിടത്താനായിട്ട് യശോദ തീരുമാനിച്ചു. അപ്പോൾ ഈ വണ്ടിയുടെ അതായത് താഴെ നല്ല തണലുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി എന്ന് പറയപ്പെടുന്നത് ശരിക്ക് കംസൻ അയച്ച ഒരു രാക്ഷസനായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് വണ്ടി രാക്ഷസൻ എന്നാണ് ശക്താസുരനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ കംസൻ കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് അയച്ചതായിരുന്നു വാസ്തവത്തിൽ ഈ രാക്ഷസൻ. ഇതൊക്കെ മായാജാലം കൊണ്ട് ആര് മനസ്സിലാക്കി? കുഞ്ഞായിരുന്ന കണ്ണൻ മനസ്സിലാക്കി. അങ്ങനെ കുഞ്ഞ് എന്ത് ചെയ്തു, തൻ്റെ മനോഹരമായ കുഞ്ഞു കാലുകൊണ്ട് എന്താണ് ഈ വണ്ടിമ ഒന്ന് തൊഴിച്ചു. ഓക്കെ, അപ്പോൾ എന്തുണ്ടായി, ആ തൊഴി ശക്തിയിൽ ആ വണ്ടി ഒന്ന് കുലുങ്ങി. അങ്ങനെ വലിയ ഒരു വണ്ടിയായിരുന്നു ഇത്. അതിൻ്റെ അതിലുണ്ടായിരുന്ന അതിൻ്റെ എല്ലാ സാധനങ്ങളും ഒക്കെ അതായത് ഇടറി. അതുപോലെ തന്നെ വണ്ടിയുടെ പാർട്സൊക്കെ ചിന്നമായി. അതിൽ കണ്ടൻസൊക്കെ എന്താണ് താഴെ വീണു. അതുപോലെ തന്നെ പാലും വെണ്ണയും അങ്ങനെയുള്ള എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ താഴെ വീണു. അങ്ങനെ തകർന്ന് തരിപ്പണമായി എന്ന് പറയാം. അപ്പോൾ വാസ്തവത്തിൽ ഇത് ആരുടെ കെണിയായിരുന്നു? അതായത് ശക്താസുരൻ്റെ കെണിയായിരുന്നു. അങ്ങനെ ഈ കുട്ടിയെ കൊല്ലാൻ വേണ്ടി കംസൻ ആസൂത്രണം ചെയ്ത അയച്ച വ്യക്തി രാക്ഷസനായിരുന്നു ശക്താസുരൻ. അതാണ് ഈ വണ്ടിയുടെ രൂപത്തിൽ ഇങ്ങനെ മായാജാലം നടത്തി ഇങ്ങനെ ആരെ കൊല്ലാനായിട്ട് തീരുമാനിച്ചത്, കണ്ണനെ. ആ ശ്രമം വിഫലമായി. അങ്ങനെ വണ്ടിയുടെ എല്ലാ പാർട്സും അടക്കം ഛിന്ന ഭിന്നമായി ചിതറുകയാണ് ഈ കണ്ണൻ്റെ കുഞ്ഞു കാല് സ്പർശനത്തിൻ്റെ തൊഴിൽ. അങ്ങനെ ആരുടെ കഥ കഴിഞ്ഞു? ശക്താസുരൻ്റെ കഥ കഴിഞ്ഞു. അപ്പോൾ കംസൻ്റെ ആ ഉദ്യമവും ഫലിച്ചില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് തൃണവർത്ത. One day a strong wind blew and carried the baby up in the air. That storm was a demon, Trinavarta by name. He was sent by Kamsa. Trinavarta caused a rain of dust and tried to take the child up in the air to kill him. The baby began to become heavy. He became too heavy for the demon to bear. Now the demon wanted to knock him off, but the baby would not to let go of him. The baby choked him to death. The huge demon fell from the air with a big thud. The little one was lying on the huge body of the demon as if nothing had happened. Thus baby Krishna gave liberation to 3 asuras even before he was 9. അപ്പോൾ എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്? കംസൻ ഭൂതനെ അയച്ചു, ശക്താസുരനെ അയച്ചു, യാതൊരു കാര്യം ഉണ്ടായില്ല. അവരെയൊക്കെ 3 months പ്രായമായ കണ്ണൻ കൊന്നൊടുക്കി. ഇനി കംസൻ ആരെ അയക്കുകയാണ്? തൃണവർത്ത എന്ന മറ്റൊരു രാക്ഷസനെ അയക്കുകയാണ്. ആരെ കൊല്ലാനായിട്ടാണ് അയക്കുന്നത്? ഭഗവാനെ, കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അയക്കുന്നത് അല്ലേ. അത് തൃണവർത്തൻ ആരുടെ രൂപത്തിലാണ് വരുന്നത്? ചുഴലി കൊടുങ്കാറ്റായിട്ടാണ് വരുന്നത്. ഓക്കെ, അങ്ങനെ എന്താണ് ഈ ഒരു മായാജാലം നടത്തി എന്താണ് ഒരു പൊടിപടൽ സൃഷ്ടിച്ചുകൊണ്ട് ഈ രാക്ഷസൻ തൃണവർത്തൻ എന്ത് ചെയ്തു? ഒരു ചുഴലിക്കാറ്റായി വന്ന് ഈ കുട്ടിയെ പൊക്കിക്കൊണ്ടു പോവുകയാണ്. എവിടേക്കാണ് പൊക്കിക്കൊണ്ടു പോകുന്നത്? ആകാശത്തിലോട്ട് അങ്ങോട്ട് പൊക്കിക്കൊണ്ടുപോയി. എന്നിട്ട് എന്ത് ചെയ്യാനാണ്? കൊല്ലാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ ശ്രമവും പാളിപ്പോയി. അപ്പോൾ എന്ത് ചെയ്തു? അതായത് കണ്ണൻ ഇത് മനസ്സിലാക്കുകയും അങ്ങനെ നമ്മുടെ ഈ
തൃണവർത്തൻ്റെ ചുമലിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി ഇരുന്ന് എന്താണ് ഇതിനെ അടിക്കും തൊഴിക്കുകയൊക്കെ ചെയ്തു. ആര്? കണ്ണൻ. ആരെയാണ് തൊഴിക്കുന്നത്? തൃണവർത്തനെ. അങ്ങനെ ആരുടെ ഈ തൃണവർത്തൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഈ കണ്ണനെ എടുത്തിട്ട് നിലത്തേക്ക് ഉയർന്നുയർന്ന ആകാശത്തോട്ട് പൊങ്ങി എന്നിട്ട് ഭീമാകാര രൂപം പൂണ്ട് ഈ കണ്ണനെ, ഈ പിഞ്ചു പൈതലിനെ താഴേക്ക് എറിഞ്ഞു കൊല്ലുക എന്നതായിരുന്നു ആരുടെ ലക്ഷ്യം? തൃണവർത്തൻ്റെ ലക്ഷ്യം. പക്ഷേ അത് നടന്നില്ല. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ എന്ത് ചെയ്തു? കണ്ണൻ്റെ ഭാരം വർദ്ധിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഭാരം താങ്ങാൻ ആർക്ക് വയ്യാതായി? ഈ രാക്ഷസനെ, തൃണവർത്തനെ വയ്യാതായി. അപ്പോൾ അങ്ങനെ മാത്രമല്ല, കണ്ണനെ എടുക്കാനായിട്ട് ശക്തി സംഭരിച്ച് ചെയ്യുമ്പോൾ എന്താ, കണ്ണൻ അപ്പുറത്തും ഇപ്പുറത്തും മാറി മാറി ചുമലിലേക്ക് ചാടും, അതുപോലെ തന്നെ പുറത്തേക്ക് ചാടും, അങ്ങനെയൊക്കെ ആയിട്ട് കളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കണ്ണൻ എന്ത് ചെയ്തു? ആരെ നിലം പരിശാക്കാണ്? അതായത് തൃണവർത്തനെ. അങ്ങനെ കണ്ണന് പകരം ഭൂമിയിലേക്ക് വന്ന് പതിച്ചത് ആരാണ്? തൃണവർത്തനാണ്. ഭയങ്കര ശബ്ദത്തോടെ ഈ രൂപവും ഈ രാക്ഷസനും ഭൂമിയിൽ വന്ന് പതിച്ചു. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി ഈ കുട്ടിയുടെ അതിമാനുഷികമായിട്ടുള്ള ശക്തി. അങ്ങനെ കംസൻ്റെ ഈ 3 ശ്രമങ്ങളും ഫലവത്തായില്ല അല്ലേ? പൂതന, ശക്താസുരൻ, തൃണവർത്തൻ, ഇതൊന്നും എന്താണ്, അതായത് ഫലവത്തായില്ല, ഫലം കണ്ടില്ല. ഓക്കെ. അങ്ങനെ കംസൻ അയച്ച 3 അസുരാസിനെയൊക്കെ കണ്ണൻ നിഷ്പ്രയാസം എന്തു ചെയ്തു? കൊന്നൊടുക്കി. അതായത് തിന്മ എന്ന ഈ അസുരന്മാരെ ഒക്കെ നിഗ്രഹിച്ചു. ഓക്കെ. ഇത് ജനങ്ങളൊക്കെ ആഘോഷിച്ചു. ഓക്കെ. തിന്മകളെ ഉന്മൂലനം ചെയ്യുന്നത് ആരാണ്? ഭഗവാനാണ്. അത് ജനങ്ങൾ നന്നായി ആഘോഷിച്ചു. ഓക്കെ, മനസ്സിലായോ?